മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്ന സുപ്രധാന നിരീക്ഷണവുമായി ഹൈക്കോടതി. ആദ്യ ഭാര്യ രണ്ടാം വിവാഹത്തെ എതിർത്താൽ വിവാഹ രജിസ്ട്രേഷൻ അനുവദിക്കരുതെന്നും കോടതി നിർദ്ദേശം നൽകി. രണ്ടാം വിവാഹ രജിസ്ട്രേഷൻ നിഷേധിച്ച പഞ്ചായത്തിന്റെ നടപടിക്കെതിരെ കണ്ണൂർ സ്വദേശികൾ നൽകിയ ഹർജി തള്ളിയാണ് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ നിരീക്ഷണം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ആജ്ഞ, സാധാരണ മുത്തലാഖ് ചൊല്ലി രണ്ടാം വിവാഹത്തിലേക്ക് കടക്കുന്ന രീതികളൊക്കെ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നുണ്ട്. അതായത് തലാഖ് നിരോധനം ഉണ്ടായിട്ട് പോലും ഈ രീതിയിലുള്ള പ്രവണതകൾ ഇവിടെ എത്രത്തോളം സുപ്രധാനമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണം? ശരീഅത്ത് നിയമപ്രകാരമാണ് ഒരു മുസ്ലിം യുവാവിന് 2 വിവാഹം കഴിക്കും, 4 വിവാഹം കഴിക്കാമെന്ന് തന്നെയാണ് നിയമം അങ്ങനെയാണ് അനുശാസിക്കുന്നത്. 4 വിവാഹം വരെ കഴിക്കാം എന്നുള്ളതാണ്. അതേസമയം അത്തരം സാഹചര്യങ്ങളിൽ കണക്കിലെടുക്കുമ്പോൾ പലപ്പോഴും മുസ്ലിം യുവാക്കൾക്ക് പലർക്കും 2 വിവാഹം കഴിക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. അത് ഈ രണ്ടാമത്തെ വിവാഹം എന്ന് പറയുന്നത് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യത്തിൽ, അതായത് 2008 സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യ ഭാര്യയെ കേൾക്കണമെന്ന് തന്നെയാണ് കോടതി, ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് കോടതി മുന്നോട്ട് വെച്ചത്. ആ ഒരു നിർദ്ദേശമാണ്. ആദ്യ ഭാര്യയുടെ മാനസിക ബുദ്ധിമുട്ടുകൾ പരിഗണിക്കാതെ, അത് കണ്ടില്ലെന്ന് നടിക്കാതെ പോകാനാകില്ല. അതുകൊണ്ട് തന്നെ ആദ്യ ഭാര്യയെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടെ ആവശ്യങ്ങളും അവരെ കേൾക്കണം, പ്രധാനമായും അവരെ കേൾക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ആദ്യ ഭാര്യയ്ക്ക് വിയോജിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വിയോജിപ്പുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അത് കോടതിയിലേക്ക് വിടുക എന്ന് തന്നെയാണ്, കോടതിയുടെ മുന്നിലേക്ക് വിടുക. എന്നാൽ രജിസ്ട്രാർക്ക് അതിൽ നടപടികൾ എടുക്കാനാകില്ല എന്നുള്ള സുപ്രധാന വിധിയാണ് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ശരീഅത്ത് ലോ പ്രകാരം ഉള്ള വിവാഹം നടക്കാം, വിവാഹങ്ങൾ നടക്കുന്നതിൽ തെറ്റില്ല. പ്രത്യേകിച്ചും രാജ്യത്ത് ഇവിടെ ഇന്ത്യൻ നിയമപ്രകാരമുള്ള നിയമം അനുസരിച്ചിട്ട്, സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ചിട്ട് വിവാഹം രജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അതേസമയം മതം ദ്വിതീയമാണ്, രണ്ടാമത്തെ കാര്യമാണ് മതം. അതേസമയം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ നിയമ സംഹിത അനുസരിക്കുക എന്നുള്ളതാണ്. അതനുസരിച്ച് നടക്കില്ല എന്ന് തന്നെയാണ് കോടതി മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശവും അത് തന്നെയാണ്. ഇതൊരു മതേതര രാജ്യമാണ്. അത് മാത്രമല്ല, മതം എന്ന് പറയുന്ന ഫാക്ടർ എപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ മതം എന്നുള്ള ഫാക്ടർ രണ്ടാമതാണ് വരിക. അത് ദ്വിതീയമായ കാര്യമാണ്. മതത്തിൽ അനുശാസിക്കുന്ന വിവാഹം വേണമെങ്കിൽ കഴിക്കാം, പക്ഷെ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം പിടിക്കുമ്പോൾ അത് ആദ്യത്തെ ഭാര്യയുടെ കൺസെന്റോട് കൂടി മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. നിയമപരമായി വിവാഹമോചനം നേടിയ ശേഷം മാത്രമേ രണ്ടാം വിവാഹം കഴിക്കാൻ കഴിയുകയുള്ളൂ എന്ന് തന്നെയല്ലേ കോടതി ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും ടോം. കാരണം ഈ മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ചിട്ട് നമുക്കറിയാം, നേരത്തെ തുലാഖ് വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ സാഹചര്യങ്ങളൊക്കെ അറിയാം. പ്രത്യേകിച്ച് ഒരു മുസ്ലിം സ്ത്രീയെ മൊഴി ചൊല്ലുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ 1-ാം തുലാഖ്, 2-ാം തുലാഖ്, 3-ാം തുലാഖ്, അല്ലെങ്കിൽ മുത്തലാഖ് ചൊല്ലി ഒഴിവാക്കുക എന്നുള്ള രീതിയാണ് മുസ്ലിം നിയമം അനുസരിച്ച്, ശരീഅത്ത് നിയമം അനുസരിച്ച് പാലിച്ചു വരുന്നത് അങ്ങനെയാണ്. പക്ഷേ അതിലും വ്യക്തതയുണ്ട്. കാരണം ഒരു യുദ്ധ കാലയളവുണ്ട്. ഒരു സ്ത്രീയുടെ 3 മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ ശേഷം, ഒരു തുലാഖ് പറഞ്ഞ ശേഷം 3 മെൻസ്ട്രൽ പീരീഡ് കഴിഞ്ഞ ശേഷം, അതാണ് ഒരു യുദ്ധ എന്ന് പറയുന്ന കാലഘട്ടം. അതിനുശേഷം മാത്രമേ അടുത്ത തുലാഖ് പറയാൻ പാടുള്ളൂ. അതിനും ഈ അടുത്ത, അതായത് 2-ാം തുലാഖ് ചൊല്ലി 3-ാം തുലാഖിനും ഈ നിയമം പാലിക്കേണ്ടതുണ്ട്. പക്ഷേ അതൊന്നും ചെയ്യാതെ പലപ്പോഴും ലെറ്ററിലൂടെയോ അതല്ലെങ്കിൽ ഫോണിലൂടെയോ വിളിച്ച് ഞാൻ നിന്നെ തുലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞു ഒഴിവാക്കി രണ്ടാമത്തെ വിവാഹത്തിലേക്ക് പോകുന്ന മുസ്ലിം പുരുഷന്മാർ ധാരാളമാണ്. അതിന്റെയൊക്കെ കോൺസിക്വൻസ് അനുഭവിക്കുന്ന മുസ്ലിം സ്ത്രീകളും ധാരാളമാണ്. പ്രത്യേകിച്ചും ശരീഅത്ത് നിയമം ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പണ്ട് നമ്മൾ ഈ ഷാബാനു ബീഗം കേസ് ഇതിന് ഒരു പ്രധാനപ്പെട്ട, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സുപ്രധാന രാഷ്ട്രീയ ചർച്ചയായി, മത രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാഹചര്യത്തിലേക്ക് വന്നത് നമുക്കറിയാം. ജീവനാംശം ആവശ്യപ്പെട്ട ഒരു സ്ത്രീ കോടതിയിലെത്തുകയാണ്. അതേസമയം മുസ്ലിം സ്ത്രീകൾക്ക് ഈ മഹർ നൽകുന്നത് കൊണ്ട് ജീവനാംശം നൽകേണ്ടെന്ന സാഹചര്യമില്ല എന്നുള്ള നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഷാബാനു ബീഗം കോടതിയിലെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. തനിക്ക് ജീവനാംശം ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ. അങ്ങനെ ഇന്ത്യയിലെ മുഴുവൻ പൗരന്മാർക്കും അനുശാസിക്കുന്ന ജീവനാംശത്തിന് മുസ്ലിം സ്ത്രീകളും അവകാശികളാണ് എന്നുള്ള നിയമം പാസാക്കപ്പെടുകയാണ്. പിന്നീട് അത് പിന്നെയും മാറ്റി എഴുതുന്ന ഒരു യുദ്ധത്ത് കാലയളവിലേക്ക് തന്നെ എന്ന് മാറ്റി എഴുതുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഒരു മുസ്ലിം സ്ത്രീയുടെ ജീവനാംശത്തെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ചോദ്യമായിരുന്നു അത്തരം ഒരു വലിയ സുപ്രധാനമായ ഒരു ചർച്ചയിലേക്കും വിധിയിലേക്കും. അതായത് ഇന്ത്യയുടെ നിയമമാണ് വലുത്, അതിനുശേഷമാണ് ഇന്ത്യയിലുള്ള ഓരോ മതത്തിന്റെയും നിയമങ്ങൾ പാലിക്കപ്പെടേണ്ടത് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വിധി അന്നായിരുന്നു സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരുന്നത്.
അത്തരത്തിലൊരു നിരീക്ഷണമാണ് ഈ ഒരു കേസിൽ ഈ ഉണ്ടായിരിക്കുന്നത്. കേസിൽ വളരെ സുപ്രധാനമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുസ്ലിം പുരുഷന്റെ രണ്ടാം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ ആദ്യ ഭാര്യയുടെ ഭാഗം കേൾക്കണമെന്നാണ് നിർദ്ദേശം. പൂർണ്ണമാകുന്നു. നമസ്കാരം.